യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും അവൻ പൂർണ്ണമായി നീക്കിത്തരുമെന്ന്. സ്തോത്രം. നോക്ക്, ദൈവത്തിന്റെ മഹത്വം അത് അപൂർണമല്ല, പൂർണ്ണമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, കുലുങ്ങാത്ത സീയോൻ പർവ്വതം പോലെ അവർ ഉറപ്പുള്ളവരായി നിൽക്കുമെന്ന്. അങ്ങനാണെങ്കിൽ നിന്റെ സന്തോഷത്തെ, നിന്റെ സമാധാനത്തെ തല്ലിക്കെടുത്തി ലോകത്തിന് മുമ്പിൽ നിന്റെ തല കുനിപ്പിക്കുവാൻ പിശാച് വിവിധ തന്ത്രങ്ങൾ മെനഞ്ഞ് നിന്റെ പിന്നാലെ ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. ഒന്നിനും കഴിയാതെ വരുമ്പോൾ അവൻ ചില മന്ത്രങ്ങളും തന്ത്രങ്ങളും ചില വിളിച്ചു നേർച്ചകളും നിനക്കും നിന്റെ സന്തതിക്കും നേരെ കൊണ്ടിടും. കുഞ്ഞെ, അത് കണ്ട് കേട്ട് നീ നിരാശപ്പെട്ട് ഭയന്ന് വിറച്ച് നീ വീടിനകത്ത് കയറിയിരിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കണം. ദൈവമുഖത്തേക്ക് നോക്കി അവന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നീ പറഞ്ഞ, പിശാചേ, നിനക്ക് എന്റെ മേലോ, എന്റെ ഭവനത്തിന്മേലോ, എന്റെ സന്ധിയുടെ മേലോ, എന്റെ കൂട്ടാളിമേലോ, അവകാശമേലോ വിട്ടുപോ പിശാചേന്ന് ആത്മാവിൽ നീ പറഞ്ഞാൽ അവൻ നിന്നെ വിട്ടു ഓടിപ്പോകും. കർത്താവായ യേശുക്രിസ്തു തന്റെ ജനങ്ങളോട് പറഞ്ഞ എങ്ങനെയാ? സങ്കീർത്തനം 91:10-11 ഒരനർത്ഥവും നിനക്ക് വരികയില്ല, ഭയം കൂടാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ദൈവത്തോട് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിന്നോട് പറയുകയാണ്, കുഞ്ഞെ, ഒരനർത്ഥവും വന്ന് നീ നിന്റെ സന്തതിയും ദേശത്തിന്റെ മധ്യത്തിൽ തകർന്നു പോകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ പോകുന്ന എല്ലാ വഴിയിലും ഞാൻ എൻ്റെ ദൂതന്മാരെ കൊണ്ട് നിനക്ക് കാവൽ നിർത്തും. സ്തോത്രം. ഇത്ര നല്ല ദൈവത്തെ ഈ സന്ധ്യയിൽ സേവിപ്പാൻ കിട്ടിയ ഭാഗ്യമുണ്ടല്ലോ, അത് ഏറ്റവും വലുതാ. ഈ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഒരിക്കലും കുറഞ്ഞു പോകരുത്. സ്വത്രം. നോക്ക്, മത്തായി സുവിശേഷം 17-19 നമ്മളവിടെ വായിച്ചാൽ കാണാൻ കഴിയും. ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പരാജയം വന്നപ്പോൾ അവർ മറ്റെങ്ങും കടന്നു പോയില്ല. സ്വത്രം. എന്താണ് ശിഷ്യന്മാർക്ക് വന്ന പരാജയം എന്നറിയാമോ? ഒരു കുഞ്ഞിനെ മാറി മാറി സൗഖ്യമാക്കാൻ പ്രാർത്ഥിച്ചിട്ടും കൈവച്ചിട്ടും സൗഖ്യം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. വലിയ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, വലിയ വലിയ വീര്യ പ്രവൃത്തികൾ ചെയ്തവർ. സ്വത്രം. ആ കുഞ്ഞിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ആ പിശാചിനെ പുറത്താക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ ലോകത്തിലേക്ക് ഓടിയില്ല, അവർ നേരെ യേശുവിന്റെ അടുക്കലേക്കാ ചെന്നത്. എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പ്, നിങ്ങളോട് പറയട്ടെ, ലോകത്തിൽ ആർക്കും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയത്തില്ല. പരിഹാരകനായ കർത്താവിന്റെ സന്നിധിയിൽ നീ ചെന്നിട്ട് നിന്റെ ആവശ്യത്തെ നീ ഒന്ന് പറഞ്ഞു നോക്കൂ. സ്വർഗ്ഗവതിന് പരിഹാരം പറഞ്ഞു തരും. സ്തോത്രം. നോക്ക്, ശിഷ്യന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ല? സ്വത്രം. കർത്താവിന്റെ വചനം നമ്മളൊന്ന് പഠിച്ചാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ വരെ അവർ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടാണ് തങ്ങളുടെ ശുശ്രൂഷ ചെയ്തത്. ശുശ്രൂഷയിൽ ഒരു തെളിവ് കണ്ടപ്പോൾ, ഒരു അത്ഭുതം കണ്ടപ്പോൾ, ഒരു വെളിപ്പാട് കണ്ടപ്പോൾ, അവരുടെ മുമ്പിൽ അനേകർ മുഴങ്കാലും അടക്കുന്ന കണ്ടപ്പോൾ അവർക്ക് തോന്നി, ഞങ്ങളുടെ മിടുക്കും ഞങ്ങളുടെ കഴിവും ഞങ്ങളുടെ എന്തോ വലിയ വീര്യപ്രവൃത്തി ഞങ്ങളോട് നടക്കാന്ന് പറഞ്ഞ് ഞാനെന്ന ഭാവം അവരിലേക്ക് കടന്നു വന്നു. സ്വത്രം. അങ്ങനെ വന്നപ്പോൾ സ്വത്രം അവർ യേശുവിനോട് പറഞ്ഞത് കേൾക്കണേ, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ സ്വത്രം ഭൂതങ്ങൾ പുറത്തുപോയി. സ്വത്രം. പക്ഷെ ഈ പ്രാർത്ഥന മാത്രം ഫലിച്ചില്ല. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കൃപ ലഭിച്ചത് ദാനമായിട്ടാ. സ്വത്രം. നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞ്, നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ്, നിങ്ങളുടെ നാളെയെ കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ തന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മാനവും മഹത്വം നിങ്ങളെടുത്തു. സ്വത്രം. നോക്ക്, കർത്താവിന്റെ വചനം നാം ഒന്ന് പഠിക്കണേ. സ്വത്രം. കർത്താവ് പറയുകയാണ്, സ്വത്രം, നിങ്ങളുടെ അവിശ്വാസം കാരണമാണ്.
സ്വത്രം. നിങ്ങളുടെ അവിശ്വാസം കാരണമാണ്. എങ്ങനെയാണ് അവിശ്വാസം കടന്നു വന്നത്? ഞാനെന്ന ഭാവം തന്നിലേക്ക് കയറി, നെഹള സ്വഭാവം തന്നിലേക്ക് കടന്നു വന്നു. അപ്പോഴെന്ത് സംഭവിച്ചു? ദൈവപ്രവൃത്തി അവനിൽ നിന്ന് നഷ്ടമായി. ദൈവികമായ ആത്മാവിന്റെ പ്രവൃത്തി അവനിൽ നിന്ന് നഷ്ടമായി. അവൻ പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ സൗഖ്യം വന്നില്ല. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണെന്ന്. സ്വത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മത്സരിച്ചതും പിണങ്ങിയതും തർക്കിച്ചതും വാദിച്ചതും നിങ്ങൾ ആരൊക്കെയോ ആണെന്നുള്ള ചിന്തയില. നിങ്ങളുടെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ വ്യാപാര ശക്തി എൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾ തർക്കവും വാദവും തുടങ്ങിയപ്പോൾ ദൈവസാന്നിധ്യം നിങ്ങളിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ആ പ്രവൃത്തി ചെയ്യണമെങ്കിൽ പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് നിങ്ങൾ പോ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ദൈവം തന്ന കൃപകളുണ്ടല്ലോ, അത് നഷ്ടപ്പെടുത്തി കളയാതെ ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അത് നിലനിർത്താൻ കഴിയുമെങ്കിൽ ഒരനർത്ഥവും വന്ന് നിന്റെ സന്തതി വഴിയിൽ പട്ടുപോകത്തില്ല, നിന്റെ കൂട്ടാളി വഴിയിൽ വീഴത്തില്ല. നീ ജീവിതത്തിൽ ആരുടെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിനോട് കരം നീട്ടേണ്ടി വരത്തില്ല. കാരണം എൻ്റെ കർത്താവ് പറഞ്ഞു, സ്വത്രം, നിന്റെ ബുദ്ധിമുട്ടെല്ലാം എൻ്റെ മഹത്വത്തിന്റെ മഹിമയുടെ ധനത്തിനൊത്തവണ്ണം ഞാൻ തീർത്തു തരും. സ്വത്രം. കർത്താവ് പറയാണ്, നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തെ ഓർത്താണ് നീ ഭാരപ്പെടുന്നെങ്കിൽ അതിന് പരിഹാരം കർത്താവ് തരും. നിന്റെ കൂട്ടയുടെ മദ്യപാനം കാരണം നിനക്ക് സ്വസ്ഥതയില്ലെങ്കിൽ നിന്റെ കൂട്ടയുടെ മദ്യപാനത്തെ മാറ്റി നിനക്ക് സന്തോഷത്തിന് കൂട്ടുകാരെ തിരിച്ചു തരും. നിന്റെ ഭവനത്തിനകത്തെ സാമ്പത്തിക ബാധ്യതയാണോ നിന്നെ ഞെരുക്കുന്നത്, സർവശക്തനായോ അതിനൊരു പരിഹാരം തരും. സ്വത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവിയെ മുൻപോട്ട് വിടാതെ ശത്രു ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന മണ്ഡലമാണോ, കുഞ്ഞെ പ്രാർത്ഥിക്ക്. ദൈവം നിന്റെ സന്തതിയുടെ ബുദ്ധിമണ്ഡലത്തെ തുറക്കും. സ്വത്രം. ജീവിതത്തിൽ ഒരു നന്മ കാണാൻ കഴിയുന്നില്ലല്ലോ, എന്നുമെന്നും മാറി മാറി വരുന്ന രോഗത്തിന്റെ അവസ്ഥയാണല്ലോ, ഇത് എങ്ങനെ ഞാൻ രക്ഷപ്രാപിക്കുമെന്ന് ഓർത്ത് നീ നെടുവീർപ്പിട്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് ഓടാതെ ദൈവസന്നിധി മാറിയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിന്റെ മേൽ വെളിപ്പെട്ടു വരും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ പറയുന്നത് സംഭവിക്കും. നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ വിളിച്ചിട്ട് സ്വർഗം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമാക്കും. അങ്ങനെയാണെങ്കിൽ നോക്ക്, തലമുറ തലമുറയായി സങ്കേതവും കോട്ടയുമായ സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ വരുന്ന അനർത്ഥങ്ങളെ കണ്ടിട്ട്, നിനക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളെ കണ്ടിട്ട് മൗനമായിരിക്കുകയില്ല. കാരണം നിന്നെ നിന്റെ കർത്താവ് വില കൊടുത്തു വാങ്ങിയതാ. സ്വത്രം. അതുകൊണ്ട് സ്വത്രം, നിന്നെ നഷ്ടപ്പെടുത്താൻ, ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുവാൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളൊന്നും ഫലിക്കത്തില്ലെന്ന് നീ വിശ്വസിച്ചിട്ട് പിശാചിനെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ട് പിശാചിനെ പുറങ്കാലടിച്ച് വെളി കളഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്തോത്രം. ഒരുപക്ഷെ നിന്നെ മുമ്പും പിൻപും നിൽക്കുന്ന പലരും വീഴുന്നത് നീ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നീ വീഴാതെ നിന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്ക്. നിന്നെ നടത്തിയത് ദൈവമാണെന്ന് വിശ്വസിയുടെ മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്തോത്രം. നമുക്ക് വായിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം. സ്വത്രം. നോക്ക്, ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. അവരെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ, ഈ നല്ല രാത്രി നിങ്ങളോടും വ്യക്തമായി പറയട്ടെ, നിങ്ങൾക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ സ്വത്രം, അത് നിങ്ങൾ ദൈവത്തിന് സന്നിധി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഉള്ളു തുറന്നു ദൈവത്തോട് നിങ്ങൾ പറയണം, കർത്താവേ, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, അവിടുന്ന് സകലതും ചെയ്യുവാൻ കഴിയും.
പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് മറിയ, യേശുവിന്റെ അമ്മ മറിയ യേശുവിനോട് പറഞ്ഞത്. അവൻ എന്തെങ്കിലും കൽപ്പിക്കുന്നെങ്കിൽ അത് ചെയ്. സ്വത്രം. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. സ്വത്രം. സ്വയം സമ്മതിക്കണം, ഞാനൊന്നുമല്ല. എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദയാണ്, ദൈവത്തിന്റെ കരുണയാണെന്ന് സ്വയം സമ്മതിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സങ്കീർത്തനങ്ങൾ 51, 10, 11, 12 വാക്യം വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 51, 10, 11, 12. സ്വത്രം. അവിടെ ഇങ്ങനെ പറയുന്നത്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എനിക്ക് തരണമേ. സ്വത്രം. നോക്ക്, ഈ ഹൃദയത്തിനകത്ത് അശുദ്ധി കടന്നു വന്ന് പാപം ചെയ്ത് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയാകാതെ, സ്വത്രം, ദൈവകൃപയിൽ നഷ്ടപ്പെട്ടു പോകാനിടയാവാതെ, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആത്മാവിനെ അല്ല, സ്ഥിരമായൊരാത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ തന്ന്, സ്വത്രം, നീ എന്നെ നടത്തണം. സ്വത്രം. നോക്ക്, ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടുവെന്ന് പ്രവാചകൻ വന്ന് പറയുമ്പോൾ, സ്വത്രം, പ്രവാചകന് നേരെ വടിയും വാളി വെളുക്കുകയല്ല ചെയ്തത്. പിന്നെയോ ദൈവസനിൽ നെടുമ്പാട് വീണ് ദൈവത്തോട് നിലവിളിക്കത്ര ചെയ്തത്. അതുകൊണ്ട് ദാവീദിന് പറയാൻ കഴിയുന്ന ഒരു വാക്കുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പേ, മനുഷ്യന്റെ വാക്ക് കേട്ടുകൊണ്ട് അവനോട് യുദ്ധം ചെയ്യാൻ നിൽക്കാതെ ദൈവസന്നിധി പോയിരുന്ന് ദാവീദിനെ പോലെ കരയാൻ തയ്യാറുണ്ടെങ്കിൽ പിൽക്കാലത്ത് നീ പറയും, അവൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തിയെന്ന്. സ്തോത്രം. നോക്ക്, ദാവീദിന്റെ ലംഘനങ്ങളെ ക്ഷമിച്ച് കർത്താവ് ദാവീദിന്റെ തലമുറ അനുഗ്രഹിച്ചെങ്കിൽ, സ്വത്രം, ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെ, യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 12-13 വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നോക്ക്, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതിൻ്റെ പിൻപിൽ ദൈവം എനിക്കൊരു വിജയം വെച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുമടക്കണം. ഇയ്യോബിന്റെ ജീവിതത്തിൽ തകർച്ച ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ഇയ്യോബിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, സ്വത്രം, അവസാന ഘട്ടത്തിൽ ഇയ്യോബിന്റെ ഭാര്യ വന്ന് പറയുമ്പോഴും ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ തന്നതാ. സ്വത്രം. കഷ്ടമാണെങ്കിലും സന്തോഷമാണെങ്കിലും വേദനയാണെങ്കിലും കണ്ണുനീരാണെങ്കിലും എൻ്റെ യഹോവ അറിയാതെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. സ്വത്രം. വ്യക്തമായി പറയട്ടെ, നീ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും സ്വർഗത്തിലെ ദൈവം മറുപടിയുമായി ഇറങ്ങി വരും. സ്വത്രം. തീച്ചൂളയുടെ നടുവിൽ വെന്തുരുകുമെന്ന് പറഞ്ഞ്, സ്വത്രം, ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞ് നോക്ക്, രാജാവ് നോക്കി നിൽക്കുമ്പോൾ തീയുടെ നടുവിൽ 4-മനായി ഇറങ്ങി വന്ന കർത്താവ് നിന്റെ കണ്ണുനീരിന്റെ മുമ്പിലും ഇറങ്ങി വരും. സിംഹത്തിന്റെ വായടച്ച് തന്റെ ഭക്തന്മാരെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ നിലവിളിക്ക് മറുപടിയുമായി കർത്താവ് ഇറങ്ങി വരും. സ്വത്രം. എല്ലാവരും തള്ളിക്കളഞ്ഞിട്ട് ഒടുവിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് യോസേപ്പ് അയച്ച രഥങ്ങളും കുതിരകളും കണ്ട് യാക്കോബിന് ചൈതന്യം വന്നെങ്കിൽ നീ തകർന്നു പോയെന്ന് പറഞ്ഞ് ശത്രുവിന് മുമ്പിൽ നിന്റെ തല ഉയരുമ്പോൾ ലോകം നിന്റെ മുമ്പിൽ തലകുനിക്കും. കുഞ്ഞെ, നീ ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് തിരിച്ചറിയാൻ ശ്രമിക്ക്. എന്തെങ്കിലും ഒരു കഷ്ടം കടന്നു വന്നത് കണ്ട്, സ്വത്രം, എവിടെയൊക്കെയോ ആരൊക്കെയോ വീഴുന്നത് കണ്ട് നീയും വീഴുമെന്ന് ചിന്തിക്കാതെ, എന്നെ നിർത്തി കർത്താവാണെന്നുള്ള ഉറപ്പോടെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്വത്രം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കാമോ? സ്വത്രം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള, സ്വത്രം, വായിച്ചേ, നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി
മുതലായവ കൊണ്ടല്ല. സ്തോത്രം. അതുകൊണ്ടാ പൊന്നും വെള്ളിയും ഒന്നും വേണ്ട എന്ന് പറയുന്നത്. സ്തോത്രം. പിന്നെന്തുവാ? ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാ നിന്നെ വീണ്ടെടുത്തത്. സ്തോത്രം. അതുകൊണ്ടാ നീ ശോഭയുള്ളവനും ശോഭയുള്ളവളുമായിരിക്കുന്നത്. അല്ലാതെ ലോകത്തിന്റെ വരപ്പും ലോകത്തിന്റെ മോടിയും കൊണ്ടല്ല. സ്തോത്രം. ദൈവത്തിന്റെ തേജസ്സിനാൽ നീ ശോഭയുള്ളവനാ, നീ ശോഭയുള്ളവളാ. അതുകൊണ്ടാ പറഞ്ഞ കുഞ്ഞാടിന്റെ കാന്ത സ്തോത്രം ഒരുങ്ങി കർത്താവിനെ എതിരേൽപ്പാൻ കാത്തിരിക്കുന്നു. സ്തോത്രം. അവളുടെ വസ്ത്രം എന്തുകൊണ്ടാ? കസവു കൊണ്ടുള്ളതാ. സ്തോത്രം. അവൾ കാത്തിരിക്കുന്നത് തന്റെ പ്രിയന്റെ വരവിനു വേണ്ടിയെങ്കിൽ ശുഭ്രവസ്ത്രധാരിയായി അവന്റെ മഹത്വ പ്രത്യക്ഷതയോളം കാത്തിരിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ എന്റെ കർത്താവ് പറയ ഭൂമിയിലുള്ള സകലത്തിലും മീതെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്തോത്രം. ആരുടെ മുമ്പിൽ ഇല്ല എന്ന് പറയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ നശിച്ചു പോയെന്ന് പറയുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ കൂട്ടാളി മാറാരോഗം ബാധിച്ച് കിടപ്പിലാണെന്ന് പറയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭവനം തകർന്ന് നീ നശിച്ച് മുന്നേറത്തില്ലെന്ന് പറയുന്ന ശത്രു നിന്റെ ഉയർച്ച കണ്ട് തല താഴ്ത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊടുക്ക സഹോദരങ്ങളെ. അവൻ തക്ക സമയത്ത് ഉയർത്തി മാനിപ്പാൻ മതിയായ ദൈവമാ. സ്തോത്രം. വ്യക്തമായി പറയട്ടെ, ആരെല്ലാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം നിനക്ക് നിന്റെ മക്കൾക്കുമെതിരെ വാടകോരിയാലും കുഞ്ഞെ നീ അത് കണ്ടിട്ട് ഭയപ്പെട്ട് ഓടാതെ യേശുവിന്റെ നാമത്തിൽ മാറ് പിശാചേ എന്ന് പറയാൻ ആത്മാവിൽ നീ ബലപ്പെടുമെങ്കിൽ നിന്റെ മുൻപിലുള്ള ശത്രു കണ്ടം വഴി ഓടുന്നത് നീ കാണും. സ്തോത്രം. കാലങ്ങളായി ശാപത്തിന്റെ പേര് പറഞ്ഞ് പലരെയും വേട്ടയാടുന്ന പിശാചുണ്ട്. സ്തോത്രം. നാൾപ്പൊരുത്തം പറഞ്ഞ് പലരെയും വേട്ടയാടുന്ന പിശാചുണ്ട്. ഭവനം പണിയാൻ പറ്റാതെ അവിടെ സ്ഥാനം കൊള്ളത്തില്ല ഇവിടെ സ്ഥാനം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ഇട്ട് വട്ടം കറക്കുന്ന പിശാചുണ്ട്. കിണറുകുത്തിയ വെള്ളം കിട്ടില്ലെന്ന് പറഞ്ഞ് നിന്നെ വട്ടം കറക്കുന്ന പിശാചുണ്ട്. സ്തോത്രം. നിന്റെ കുഞ്ഞൊരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ നേർച്ചകൾക്കും കാഴ്ചകൾക്കും കൂതാശകൾക്കും കൊണ്ടുപോയി നിന്റെ നന്മ ചൂഷണം ചെയ്യുന്ന പിശാചുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നീ യഥാർത്ഥമായി കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ സേവിക്കുന്നത് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ ആണെങ്കിൽ, സ്തോത്രം, നീ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഒരനർത്ഥവും ഒരു ശത്രു കൊണ്ടുവന്നാലും ഫലിക്കത്തില്ല സഹോദരങ്ങളെ. കാരണം നിങ്ങളെ വീണ്ടെടുത്തത് കുഞ്ഞാടിന്റെ പുണ്യാഹ രക്തം കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ആ രക്തത്തിന്റെ വില സാധാരണ വിലയല്ല, മുഴുലോകത്തേക്കാൾ വലിയതാ. അപ്പൊ നീയോ സ്വത്രം, നീയോ മുഴുലോകത്തേക്കാൾ വലിയവനാ. എന്തുകൊണ്ടെന്നറിയാമോ? നിന്റെ പിതാവ് സകലത്തെ ഉരുവാക്കിയവനാ. അങ്ങനെയാണെങ്കിൽ ആ പിതാവിന്റെ സകല നന്മയ്ക്കും അവകാശം നീയും നിന്റെ സന്തതിയുമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ഏറ്റെടുപ്പാൻ നീ നിന്നെ താഴ്ത്തി കൊടുക്കുമെങ്കിൽ, വ്യക്തമായി പറയട്ടെ, യെശയ്യാ 49:15 പറയുന്നത്, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. സ്തോത്രം. എന്റെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ മറക്കത്തില്ല. സ്തോത്രം. എന്താ ഇത്ര വലിയ സ്നേഹം നമുക്ക് തരുവാൻ നാം എന്തു വിലയാ കൊടുത്തത്? സ്തോത്രം. ഇത്ര വലിയ സ്നേഹം കർത്താവ് നമുക്ക് തരുവാൻ നാം എന്തു വില കൊടുത്തു?
സ്വത്രം. നാം കാണാതെ വിശ്വസിച്ചു. എനിക്ക് വേണ്ടി എൻ്റെ പ്രാണനു വേണ്ടി, എൻ്റെ ആത്മാവിനു വേണ്ടി അവൻ്റെ പ്രാണനും അവൻ്റെ രക്തവും എനിക്ക് വേണ്ടി ഊറ്റി. കുഴഞ്ഞ ചേറ്റിലും അന്ധകാരത്തിലും കിടന്ന എന്നെ അവൻ ശുദ്ധീകരിച്ച് നീതിയുടെ കൂടാരത്തിന് അവകാശിയാക്കി തീർത്തു. അവൻ എൻ്റെ രക്ഷകനെന്ന് നീ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ഏതെല്ലാം വഴിയിൽ നിന്നെ ഒതുക്കാമെന്ന് പറഞ്ഞ് പിശാചു വാദിച്ചെഴുന്നേറ്റ് വന്നാലും നീ ഒതുങ്ങത്തില്ല, അവരെ ദൈവം ഒതുക്കും. സ്വത്രം. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് 4 പാട് നിന്നും ശത്രു വാദിച്ചെഴുന്നേറ്റ് വന്നാലും നീ അവന്റെ തല തകർക്കും. സ്വത്രം. നോക്ക്, ഗേഹസി ഏലീശയോട് പറയുന്ന ഒരു കാര്യമൊന്ന് കേട്ടെ. യജമാനനെ, സ്വത്രം, നമ്മളെ പിടിച്ചു കെട്ടാനായിട്ട് ആ മല മുഴുവനും പട്ടാളം വന്ന് നിറഞ്ഞിരിക്കുന്നു. സ്വത്രം. ഏലീശ അത് കേട്ടപ്പോ എൻ്റെ ഭാഷയിൽ പറയണേ, ഒന്ന് ചിരിച്ചിട്ട് പറയണം, നീ കണ്ണ് നന്നായി ഒന്ന് തുറന്നു നോക്ക്. സ്വത്രം. നീ കണ്ണ് നന്നായി ഒന്ന് തുറന്നു നോക്ക്. നമ്മുടെ കണ്ണിനെ പിശാചി ലോകമോഹങ്ങൾ കൊണ്ടിട്ട് മൂടി വെച്ചിരിക്കുക. സ്വത്രം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ ഇരിക്കാൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി തല കുനിപ്പിച്ചേക്കുക. എന്നാൽ ഇവിടെ ഏലീശ പറയുക, നിന്റെ കണ്ണൊന്ന് തുറക്ക് നന്നായിട്ട്, ഒന്ന് നീ നോക്ക്, കാണാം ശത്രുവാണോ മിത്രമാണോ എന്ന്. സ്വത്രം. ഗേഹസി ഒന്നും കൂടെ നോക്കി. സ്വത്രം. നോക്ക്, ഗേഹസി പറയാ, യജമാനനെ, ലോകത്തുള്ളവനേക്കാൾ വലിയ സൈന്യമാ നമ്മുടെ കൂടെ നിൽക്കുന്നത്. സ്വത്രം. നോക്ക്, ഏലീശ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ദൈവം എന്നെ അവസാനത്തോളം കാക്കുവാൻ ശക്തനാ, അവൻ എന്റെ ഉപനിധിയാ, ഞാൻ ഒരിക്കലും പുറകോട്ട് നോക്കത്തില്ല. സ്വത്രം. വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഇങ്ങനെ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറമോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന. നല്ലൊരു വാക്യം കൂടി വായിക്കുക. യിരെമ്യാ പ്രവാചക പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയുന്നു. സ്വത്രം. യിരെമ്യാ പ്രവാചക പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊള്ളണം, മനുഷ്യനെ നോക്കല്ലേ. മനുഷ്യൻ നിന്നെ കൊണ്ടു ചെന്ന് കുഴിയിൽ തള്ളിയിടും. യേശുവിനെ നോക്കിയാൽ സ്വത്രം, നീ ഉയരത്തിൽ എത്തിച്ചേരും. യഹോവയിൽ ആശ്രയിക്കണം. മനുഷ്യനല്ല ആശ്രയിക്കേണ്ടത്, ധനാട്യന്മാരല്ല ആശ്രയിക്കേണ്ടത്, പ്രഭുക്കന്മാരല്ല ആശ്രയിക്കേണ്ടത്, പാസ്റ്ററിലല്ല ആശ്രയിക്കേണ്ടത്, വിശ്വാസിലല്ല ആശ്രയിക്കേണ്ടത്, ബാങ്കിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ സ്വത്രം, പാസ്റ്ററും കൂടെ നിൽക്കും, ബാങ്കുകാരും കൂടെ നിൽക്കും, നാട്ടുകാരും കൂടെ നിൽക്കും, വീട്ടുകാരും കൂടെ നിൽക്കും. സ്വത്രം. ഇല്ലെങ്കിൽ ആരും കാണത്തില്ല, നീ തനിച്ചാകും, ശത്രു നിന്നെ തകർക്കും. സ്വത്രം. എന്നാൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ശത്രുവിന്റെ തല തകർക്കും. എന്ത് വേണമെന്ന് തീരുമാനിച്ചോ? അടുത്ത വാക്യം വായിച്ചോ. യഹോവ ആശ്രയമായിരിക്കെ ചെയ്യുന്നവൻ ഭാഗ്യവാൻ. സ്വത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സ്വത്രം, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വറ്റി വരണ്ട് ഉണങ്ങിയ നിലത്ത് നിൽക്കുമെന്നല്ല പറഞ്ഞത്. സ്വത്രം, നീരോട്ടമുള്ള, സ്വത്രം, തെളിഞ്ഞ ജലമൊഴുകുന്ന, സ്വത്രം, അരുവിയുടെ അരികെ നിൽക്കുമെന്നാ പറയുന്നു. സ്വത്രം. അങ്ങനെയാണെങ്കിൽ നീ ആഗ്രഹിക്കേണ്ടത് കലങ്ങി മറിഞ്ഞ ജീവിതത്തിൽ കലങ്ങി മറിയുന്ന യോർദാന്റെ മുമ്പിലല്ല നിൽക്കേണ്ടത്. സ്വത്രം, തെളിഞ്ഞൊഴുകുന്ന, സ്വത്രം, തെളിഞ്ഞൊഴുകുന്ന സ്വർഗീയ അരുവിയുടെ അരിക്കൽ നീ നിൽക്കണം. സ്വത്രം. നോക്ക്, ഇസ്രായേൽ ജനം മരുഭൂമിയുടെ നടന്നു വരുമ്പോൾ വെള്ളം കൈപ്പേറിയതായി ജനം പറഞ്ഞു, ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? നോക്ക്, മോശ നോക്കെ, കമ്പ് വെട്ടിയിട്ടപ്പോൾ അത് പഥ്യമായി തീർന്നതുപോലെ നിന്റെ മുമ്പിൽ ഇതുപോലെ ചില പ്രതികൂലങ്ങളെ കൊണ്ടുവന്ന് നിന്റെ വിശ്വാസത്തെ ശത്രു ചോദ്യം ചെയ്യും. പക്ഷെ കുഞ്ഞേ, അവനെന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കും, മരിക്കേണ്ടി വന്നാലും എൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഈ ലോകത്തിൽ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ ദൈവത്തിന് നിൽപ്പ
പ്രാപിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നീ അനുഗ്രഹിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവളുമായി തീരും. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 35, 36, 37 വാക്യം കൂടെ വായിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 35, 36, 37. സ്തോത്രം. ഇല്ലയോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്ക്, യേശുവിനെ കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരുണ്യപാണികളാ തൂക്കുമ്പോൾ സ്വത്രം അവിടെ നിന്നുകൊണ്ട് പറയുക, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചവനല്ലേ, അവൻ ദൈവപുത്രനാണെങ്കിൽ അവനെ തന്നെ സ്വയം രക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം സ്വയം രക്ഷപ്പെടാൻ വന്നതല്ല, നിന്നെ രക്ഷിക്കാൻ വന്നതാ. സ്വത്രം. എന്റെ ദൈവം സ്വയം നീതീകരിക്കപ്പെടാൻ വന്നവരല്ല, നിന്റെ അനീതിയെ നീതിയാക്കി മാറ്റി നിന്റെ കണ്ണുനീർ തുടച്ച് നിന്നെ ഉയർത്തി മാനിക്കാൻ വന്നതാ. അങ്ങനെയെങ്കിൽ നിനക്കു വേണ്ടി യാഗമായി തീരാനാ കർത്താവ് ക്രൂശിൽ കിടക്കുന്നത്. സ്വത്രം. നിന്റെ പാപക്കടങ്ങൾ തീർക്കുവാൻ, നിന്റെ രോഗം സൗഖ്യമാക്കുവാൻ, നിന്റെ ശാപങ്ങളെ അഴിക്കുവാൻ. അങ്ങനെയെങ്കിൽ അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ നിന്റെ ശാപം അഴിയത്തില്ല. അവൻ ക്രൂശിൽ യാഗമായി തീർന്നാൽ മാത്രമേ നിനക്ക് രക്ഷ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ, പിതാവേ, സകലതും നിവർത്തിയായി. സ്വത്രം. വ്യക്തമായി പറയട്ടെ, സകലതും നിവർത്തിയായി ദൈവമെന്ന് ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ. ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നിന്നെ അന്ത്യത്തോളം കരുതാമെന്ന് പറഞ്ഞ കർത്താവ് നിന്നെ കരുതുക തന്നെ ചെയ്യും. ഏതെല്ലാം നിലവാരത്തിൽ നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും ശത്രു നിന്നെ മുമ്പിൽ ഒതുങ്ങും, നീ ജയിച്ചു പുറത്തു വരും. വിശ്വസ്തനായ ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷിയായി ദൈവമഹത്വം കണ്ടുകൊണ്ട് നിത്യതയോളം എത്തിച്ചേരേണ്ടതിന് കർത്താവിന്റെ ബലമുള്ള കരത്തിൽ ദൈവപൈതലേ, ഈ നല്ല രാത്രികാലം നിന്നെ, നിന്റെ കൂട്ടാളി, നിന്റെ കുഞ്ഞുങ്ങളെ താഴ്ത്തി കൊടുത്തിട്ട് പറ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല കർത്താവേ. ഈ കഷ്ടത്തിന്റെ നടുവിൽ നിന്ന്, ഈ കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് ഉയർത്താമെന്ന് പറഞ്ഞെങ്കിൽ ഈ നിമിഷം നീ എന്നെ ഉയർത്തണമേ, ഞാനിതാ എന്നെ നിന്റെ കരുത്തിൽ താഴ്ത്തി തരുന്നെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരുത്തിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്ക സഹോദരങ്ങളെ. അവൻ നിങ്ങളെ ഉയർത്തി മാനിക്കും. ഒരു ശത്രു നിന്റെ മേൽ ജയമെടുക്കത്തില്ല. നീ അനുഗ്രഹിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവളായി പുറത്തു വരും. ദേശം നിന്റെ മുമ്പിൽ തലകുനിക്കും. സ്വത്രം. സ്വർഗം അതിനുവേണ്ടി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ലോകം പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോകാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങളെ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.